അപ്പോൾ എല്ലാവർക്കും TPM കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഓക്കെ യൂസ്ഫാക്ക, ഇന്ന് നമ്മൾ എന്താ ഐറ്റം? ഇന്ന് നമ്മളെ ഐറ്റം സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. സ്പെഷ്യൽ ബീഫ് ഫ്രൈ നമ്മളെ നാടൻ പോത്തിന് നല്ല ഒരു സ്റ്റൈലം പോത്തിൻ്റെ ബീഫ് ഫ്രൈ ആണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ബീഫാണിത്. അതാണ് ഈ സാധനം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബീഫ് ഫ്രൈ ആണ്. സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. TPMൻ്റെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഓക്കെ, നമ്മളെ ബീഫ് ഒന്ന് കഴുകാൻ വേണ്ടി പാത്രത്തിൽ ഇടാൻ പോകട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം, ബീഫ് ഒന്ന് കഴുകാൻ പോകണം. അല്ല, സൂപ്പർ ഇറച്ചിയാണ്, അടിപൊളിയാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ട് മേടിച്ചതാണ് ഈ സാധനം, നമ്മളതിൽ എത്തി നിന്നതാണ്. വെള്ളം ആയിക്കണ്ടോ കഴുകാള. അപ്പൊ ഞാൻ കഴുകിയിട്ട് ഈ അല്പപാത്രത്തിൽ കിടന്നു കേട്ടോ. നോക്കാം, കഴുകണം, നല്ല ചോരൊക്കെ ശരിക്കാണ്ട് പോവുള്ളൂ. നമ്മൾ ആ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന നേരത്താണ് ഈ മഴ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മഴ കൊള്ളാത്ത രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ബീഫ് ഫ്രൈ എല്ലാം ഒന്ന് തയ്യാറാക്കുക. അത് വേറെ വിഷയം. അത് എത്ര മഴ ഉണ്ടായാലും ബീഫ് ഫ്രൈ ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവര് കാണിച്ചു തരും. ഓക്കെ, നമ്മളെ കുട്ടികൾ ഇതാ റെഡി ആയിട്ട് നിൽക്കുന്ന പൊറോട്ട ബീഫ് ഫ്രൈ അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറേ കുട്ടികൾ വരാനുണ്ട്. അവരെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ ആകുമ്പോഴത്തേനും അവരെത്തും. വേറെ റെഡിയാക്കണം. എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? വേഗം റെഡിയാക്കണം. ഉറക്കെ പറഞ്ഞോളി. പൊളിച്ച് നമുക്ക് പ്രശ്നമല്ല, ബീഫ് ഫ്രൈ ഉണ്ടാക്കാട്ടോ. ഈ മയത്താണ് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോലെ. ബീഫ് അതായത് നമ്മൾ ആദ്യമായിട്ട് കുക്കറിൽ ഇടാൻ പോട്ടോ. നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ റെഡി. എന്നതിന് ശേഷം നമുക്ക് ബീഫ് ഫ്രൈൻ്റെ പണി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. വാ, ഇതിൽ മഞ്ഞൾപ്പൊടി പിന്നെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പാട്ടോ. ആ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാം. പിന്നെ നമ്മളതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 സ്പൂൺ മുളക് പൊടി. ഓക്കെ, പിന്നെ ഒരു സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആട്ടോ. അത് മതി. ബാക്കി നമ്മൾ ബീഫ് ഫ്രൈ അപ്പം നന്നായിട്ടൊന്ന് കുഴക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിരുമ്പുണ്ട് ബീഫ്. നിങ്ങളിത് കണ്ടിട്ട് സബ്സ്ക്രൈബ് പോലും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നു. ബീഫ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു കിലോ ഉള്ളിയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നല്ല നൈസായിട്ട് കട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ചോർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ തട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഒരു തക്കാളി കട്ടിയുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോന് കണ്ടിട്ട് മതി. തക്കാളി കുറച്ചിട്ട്, ബീഫ് ഫ്രൈയിൽ കൂടുതൽ തക്കാളി ഇടരുത്. ഇത് തേങ്ങ ഇട്ടാ, നാളികേരത്തിൻ്റെ കൊത്ത് കുറച്ച് നമ്മൾ ആ എണ്ണയിൽ കൊടുത്ത് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചുവന്ന കളറാകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കട്ടോ. ഓക്കെ, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കേട്ടോ. ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1
കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉലുവ പിന്നെ എടുക്കുന്നത് ജീരകം കേട്ടോ, പെരുംജീരകം. പിന്നെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന വറ്റൽമുളകാണ്. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഇടാൻ നമ്മൾ തേങ്ങാക്കൊത്താണ്. അല്ല തേങ്ങാക്കൊത്ത് അതിലിട്ടിട്ട് ഒന്ന് ശരിക്കും ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഉള്ളി ഇടാൻ പോവാണേ. നല്ല തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഉള്ളി ഇടാൻ പോവാ കേട്ടോ. ഓക്കെ. ആ ഇതിൻ്റെ അടക്കം നല്ല ഒരു ചുവന്ന കളർ. അപ്പം നമുക്ക് മസാലപ്പൊടി ഒക്കെ കൊടുക്കാം. ഒരു 6 സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. 3, 4, 5, 6. പിന്നെ നമ്മളായിട്ട് ചേരുവകളാണ്. മുളക് പൊടി കേട്ടോ. ഒരു 3 സ്പൂണ് മുളക് പൊടി. ഓക്കെ. പിന്നെ ഇത്തിരി ഉപ്പ്. ഇപ്പോൾ ആദ്യം കുക്കറിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉള്ളി നല്ല ചുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ചുവപ്പിലേക്കാണ് നമ്മൾ ഇഞ്ചി വെള്ളുള്ളിൻ്റെ പേസ്റ്റ് ഇടാൻ പോകുന്നത്. ഓക്കെ. നല്ല ഒന്ന് റോസ്റ്റായിട്ട് ഇഞ്ചി വെള്ളുള്ളിൻ്റെ വാസന നല്ല മൂത്താലേ എല്ലാ എണ്ണയൊക്കെ നല്ല മൂക്കും. അപ്പോൾ ആ വാസന ഇങ്ങോട്ട് വരും. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ആ 3 കൂടെ ചേരുവകൾ ചേർത്ത് നട്ടത് അത് ഇടാൻ പോകുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് വറക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണയിട്ടൊന്ന് വറുത്തിട്ട് ഇനി ചെയ്യാൻ പോണേ നമ്മളെ ബീഫ് അതിൽ ആഡ് ചെയ്യാൻ പോണേ. ആഡ് ചെയ്യണ്ടേ. ഇനി നമുക്ക് ആ ബീഫ് തന്നെ ഇടാം. ഇതൊന്നും കൂടെ വാടിയതിൻ്റെ ഇഷ്ടം. അപ്പം നമ്മളെ പുഴുങ്ങി വെച്ച കുക്കറിലിട്ട് അടിച്ച ബീഫ് ഒന്നായിട്ട് ഇതിലിട്ട് ഒഴിക്കാട്ടാ. ആ വെള്ളം നന്നായിട്ട് ഒഴിക്കാം. അപ്പം അതിൽ കിടന്നത് പറ്റും. കഴിക്കുന്നത് അങ്ങനെ ശരിയാവട്ടെ. നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. എന്താ പാടുന്നു ഉപ്പൊക്കെ ഉണ്ട്. ഇന്ന് സെറ്റാണ്ട് താമസം കേട്ടോ. പച്ചമുളക് ആഡ് ചെയ്യണ്ട കേട്ടോ. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. നീരൊക്കെ ഉണ്ട് വലിയ. ഒരു 2 ടീസ്പൂണ് മീറ്റ് മസാല ഉണ്ട് കേട്ടോ. അവിടെ കേട്ടോ. പിന്നെ ഇടാൻ പോണ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. അടുത്തതായിട്ട് കുരുമുളക് പൊടി കേട്ടോ. അതിൻ്റെ പിന്നെ നല്ല ജീരകപ്പൊടി കേട്ടോ. നല്ല ജീരകപ്പൊടി അതിൻ്റെ പകുതി ഉണ്ട് കേട്ടോ. അത് വല്ലാണ്ട് കുത്തു വരും. ചോക്കണ്ട. അതിൻ്റെ പകുതി കേട്ടോ. ആഹാ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാൻ പോകട്ടോ.
ആ കണ്ടോളൂ. മല്ലിച്ചപ്പാട് കുറച്ച് വേപ്പിനെല്ലാം കൂടെ ആഡ് ചെയ്യണ്ട. പച്ച വെളിച്ചെണ്ണ, അടുത്തതായിട്ട് വെളിച്ചെണ്ണ കേട്ടോ. അത് പച്ച വെളിച്ചെണ്ണ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഏത് കറിൻ്റെ ഏത് ഫ്രൈൻ്റെ മേലെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നോക്കുകയാണെങ്കിൽ ബീഫ് ഫ്രൈന് ഒരു മുഞ്ചുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ ബീഫ് ഫ്രൈ കേട്ടോ. നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്ന ബീഫ് ഫ്രൈ. ഇതൊക്കെ പൊറോട്ട നെയ്ച്ചോറിന് കുട്ടി അടിച്ചാണല്ലോ. പൊറോട്ട ഒക്കെ സൈക്കിൾ പോകുമ്പോലെ പോകും. അല്ല കാണുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ് ഇതിന് വരുമ്പത്തിലൊന്നും കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അടിപൊളി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു മോഡൽ ബീഫ് ഫ്രൈ വരിക. ഇതിപ്പോ സാധാരണ ഒരു വേറൊരു മോഡല്. ഒരു പല 10-25 ഐറ്റം 30 ഐറ്റം ബീഫ് ഫ്രൈ നമ്മൾ തന്നെ സ്റ്റോക്കാണ്. വരട്ടി ഫ്രൈ ആണ്. നല്ല കാണാൻ നോക്കാം. സൂപ്പർ ഐറ്റം. കുട്ടികൾക്ക് എടുത്തു കൊടുക്ക്. നമ്മളാ കുട്ടികൾക്കൊക്കെ ഒന്ന് അതുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓർക്കൊരു ആഗ്രഹങ്ങൾക്കൊക്കെ വിളമ്പി തരണമെന്ന്. കഴിഞ്ഞ മറ്റേ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് ഓനാൾ വിളമ്പി തന്നത്. ഇത് ഓനായിക്കോട്ടെ, ചില സമയത്ത് ഓനെ കിട്ടണുള്ളൂ. ഇത് നന്നായിട്ട് ഫിറോസ് വിളമ്പി കൊടുത്താ നമ്മള് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുമ്പോ സന്തോഷല്ലേ? എന്നായാലും തീർച്ചയായിട്ടും ഒക്കെ നമ്മള് കുട്ടികളല്ലേ. ഉഷാറല്ല? എല്ലാരും ഉഷാറല്ല? പൊറോട്ട ആദ്യം ഇട്ട് കൊടുത്തോളാം. ആദ്യം പൊറോട്ട ഇട്ട് കൊടുത്തോളാം. പൊറോട്ട എല്ലാവർക്കും ഓരോ കുബൂസ് കഴിക്കുക. കുബൂസ് കഴിച്ചിട്ട് പൊറോട്ട തരുട്ടാ. വയറ് നിറച്ചാട്ടാ നമുക്ക് പൊറോട്ട ഇനി എന്താ വേണ്ട? കറിയാ ബീഫ്. ഓരോ സ്പൂൺ ബീഫ് എന്നിട്ട് നമ്മളെ ബീഫ് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഫസ്റ്റ് എനിക്ക് തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ കുട്ടികൾക്ക് കൊടുത്തിട്ടല്ലേ നമുക്ക് ബാക്കി എന്തുള്ളൂ. അതാ അതിന്റെ കാര്യം എത്ര ഉള്ളൂ. എന്റെ വാക്കേട്ട കുട്ടികളെ പ്രസവിച്ചതൊക്കെ ഓനാന്ന്. പ്രസവിക്കണതിനാ നമ്മൾ പ്രസവിക്കണം. കുട്ടികളോട് സ്നേഹം തോന്നാൻ പ്രസവിക്കണം എന്നില്ലല്ലോ. എല്ലാരും നമ്മളെ കുട്ടികളാണ്. അല്ല അങ്ങനല്ലേ? എല്ലാരും നമ്മളെ കുട്ടികളല്ലേ? കുട്ടികളല്ലേ? ആ മതി മതി മതി. അതാണ് നിങ്ങളെ എനർജിയാണ് നമ്മളെ വിജയേട്ടാ. കുറവുള്ള തരൂട്ടാ. അങ്ങനെ നമ്മൾ അളവൊന്നും നോക്കണില്ല. ചോട്ടിന് എരുണ്ടാവും. നമ്മളെ ചെറിയ മാണിക്കുമുത്താണ്. സാറല്ലേ ഒന്നും മുണ്ടില്ലല്ലോ. ഒന്നിലും മുണ്ടെന്ന്. അപ്പൊ ചോട്ട് എങ്ങനെയുണ്ട് നമ്മളെ ബീഫ് ഫ്രൈ? ഇങ്ങനെ ആക്കിയ എന്താണ് പറയേ? ഉറക്കെ പറയേ. സൂപ്പർ. ആ സൂപ്പർ. പ്ലേറ്റ് കിട്ടി. ആർക്കുണ്ട്? ഇല്ലേ പിച്ചിരട്ടെ. ചെറുതായിട്ട് പിച്ചിട്ട് കൊടുക്കണോ? നല്ല കുട്ടിമോളെ തിന്നോളൂ. കുട്ടികളൊക്കെ നമ്മളെ കുട്ടികൾ തന്നെ. തീർച്ചയായിട്ടും നമുക്ക് നമ്മള് കുട്ടിയായിട്ടാണല്ലോ വലുതായിരിക്കുന്നത്. അതെ അതെ. ഞാനൊന്നും ഇപ്പോഴും മര്യാദക്ക് വലുതായിട്ടില്ല. എവിടെ ഈ ഒരു വീഡിയോ കേട്ടാ കൊടുക്കണ വീഡിയോ. ചൂടുണ്ടാ? എരിവുണ്ടാ? നല്ല ഉഷാറായിട്ട് കഴിക്കട്ടാ. അപ്പൊ എല്ലാവരും എരിവുണ്ടാ? വെള്ളം കുടിക്കട്ടാ. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട്? അത് പറയും. കഴിക്കലോട് നമ്മളെ ബീഫ് ഫ്രൈ നമ്മളെ യൂസ് പാക്കും കൂട്ടരുണ്ടാക്കിയാണ് ഞങ്ങൾ എല്ലാരും കൂടി. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാരും ഒരു അംഗാണ്. നമ്മളെല്ലാവരും ഒരു അംഗാണ്. ഇവരെ തീറ്റിക്കാന്നാണ് എന്റെ ലക്ഷ്യം. അതെ അത്രേ ഉള്ളൂ. പിള്ളേര് തിന്നട്ടെ. എടാ വലുതായി വരുമ്പോ യൂസ്പാക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഞാന് വയസ്സായി പോവും. കല്യാണപ്പണി ഒന്നും കിട്ടുമോ നിക്ക് തോന്നുന്നില്ല. മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എല്ലാരും ഓർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ പേരറിയോ? സുമൻ കാക്ക, അത് സാക്കിർ കാക്ക, മറ്റേത് അഫ്സൽ കാക്ക, പിന്നെ ഒരു ചോട്ടു കാക്ക ഉണ്ട്. ഇത് ലാസ്റ്റ് ഫൈനലിൽ എത്തിയത്. ഫൈനലിൽ നമ്മൾ എത്തിയിട്ടാ. എന്തായാലും യൂസ്പാവ് വരലുണ്ട്, തിന്നാൻ നേരത്തെ ഞാൻ വരലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ മുത്തുമണികൾ കുട്ടികൾ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉഷാറായിക്കണം. നല്ല ഉഷാറല്ലേ? ടേസ്റ്റ് ഇല്ലേ? അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ മസാല ഒക്കെ എടുത്ത് ഒരു ബീഫിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട്, ഞാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പൊറോട്ടയും നമ്മളെ അടിപൊളി പൊറോട്ടയും ബീഫും കേട്ടോ. ബീഫിൻ്റെ നമ്മളെ ആ ഒരു ഗ്രേവിയും ഒരു ബീഫിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, വേറെ ലെവലാ മക്കളെ, ഒന്നും പറയാ. വെറുതെ നമ്മൾ കുട്ടികൾ ഇങ്ങനെ ഈലിരുന്നത്. നല്ല ടേസ്റ്റ്, നല്ല എരിവ്, മസാലൊക്കെ ഉണ്ടല്ലോ കറക്റ്റാണ്. ആ പൊറാട്ടൻ്റെ കൂടെ കഴിക്കാൻ കറക്റ്റാണ്. ബീഫ് ഫ്രൈ അടിപൊളി ബീഫ് ഫ്രൈ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ വീഡിയോ. നമ്മളെ കുട്ടികളുണ്ട്, എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കണം. പറയ്